സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് CPM സ്പോൺസേഡ് ക്രിമിനലുകളുടെ ആസ്ഥാനമായി രണ്ട് സ്ഥലങ്ങൾ മാറിയിരിക്കുകയാണ്. ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജും രണ്ട് ശിശുക്ഷേമ സമിതി. യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ ആ സ്വാധീനക്കുറവുള്ള കാലിൽ ഷൂവിട്ട കാലുകൊണ്ട് ചവിട്ടി പിടിച്ചുകൊണ്ടാണ് ആ കാല് വെട്ടിയെടുക്കുമെന്ന് ഇടിമുറിയിൽ വെച്ച് SFI നേതാക്കൾ ആക്രോശിച്ചു. ക്രൂരമായ മർദ്ദനമാണ് ഈ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ മൂക്കിൽ താഴെയുള്ള ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ പാവപ്പെട്ട സാധാരണക്കാരായ വിദ്യാർത്ഥികൾ നേരിടുന്നു. SFIക്കാർക്ക് പോലും രക്ഷയില്ലാത്ത ക്രിമിനലുകളാണ് ആ കോളേജ് ഭരിക്കുന്നത്. ആ കോളേജിന്റെ അതോറിറ്റീസ്, പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഇത്തരം ക്രിമിനലുകളെ ഭയന്നാണ് അധ്യാപകരടക്കം അവിടെ പഠിപ്പിക്കുന്നത്. നടപടിയെടുക്കാൻ പോലും അവർക്ക് പേടിയാണ്. പോലീസ് ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ് ഈ ക്രിമിനലുകൾക്ക്. അവര് ഒളിവിലാണ് എന്ന് പറയുകയും അവരെല്ലാ ദിവസവും കോളേജിൽ വന്ന് പരാതി കൊടുത്തവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത്. വളരെ പരിണതപ്രജ്ഞരായ ആളുകൾ ഇരുന്ന ശിശുക്ഷേമ സമിതിയിൽ ഇന്ന് അവിടെയും ക്രിമിനലുകളുടെ താവളമാണ്. പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും ജോലി കൊടുത്ത് കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഏറ്റവും ഒരു വൃത്തികെട്ട സ്ഥലമായി ശിശുക്ഷേമ സമിതി മാറിയിരിക്കുകയാണ്. അവിടെ കൊച്ചുങ്ങളെ കടത്തിയതിന്റെ പേരിൽ വിവാദം നേരിടുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അവിടെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അങ്ങോട്ട് മാറ്റിയെന്ന ആരോപണമുള്ളവർ, കൊച്ചിനെ കടത്തി എന്ന് പറയുന്ന ആരോപണ വിധേയരായ ആളുകൾ, അവരെല്ലാവരും ചേർന്ന് ക്രിമിനലുകളുടെ താവളമാണ്. എങ്ങനെയാണ് ഒരു CPM നേതാവ്, ഒരു ക്രിമിനൽ കൊലക്കേസിലെ പ്രതി അവിടെ ഇരിക്കുന്നത്? 3 പ്രാവശ്യം പരാതി വന്നതിനെ കുറിച്ച് മാറ്റിയ ഒരായ വീണ്ടും എങ്ങനെയാണ് അവിടെ തിരിച്ചെത്തിയത്? ആരുടെ സ്വാധീനമാണ്? അപ്പൊ പാർട്ടിക്കകത്ത് സ്വാധീനമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് പോലും, 2.5 വയസ്സുള്ള കുഞ്ഞിനോട് പോലും ക്രൂരത കാണിക്കാമെന്നുള്ള സ്ഥിതിയിൽ കേരളത്തിന് മുഴുവൻ അപമാനകരമായ സംഭവമാണ് ഈ 2 സംഭവങ്ങൾ. ഇത് മുഴുവൻ ഈ ജീർണത ബാധിച്ച പാർട്ടി ഏത് ക്രിമിനലിനും കുടപിടിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയായി, അധപ്പതിച്ച പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ 2 സംഭവങ്ങളിലും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയും പോലീസ് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലേ, ഇതിൽ വലിയ സമരപരിപാടികളുമായി ഞങ്ങളുടെ തലസ്ഥാനത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇത് ഈ ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം. ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. അവിടെ നടത്തുന്ന അപ്പോയിന്റ്മെന്റ്സ് മുഴുവൻ എന്തൊരു അപമാനമാണ് ഈ സംസ്ഥാനത്ത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആരോടും ചർച്ചയില്ലാതെ ക്യാബിനറ്റ് കൂടി കുറേ തീരുമാനങ്ങൾ വന്നതിന്റെ ഒരു കൂട്ടത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കാനുള്ള തീരുമാനം. വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് ഇതിന്റെ തകർച്ചയിൽ ആരാണ് ഉത്തരവാദി? കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. 2016 ഫെബ്രുവരി 20 ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. 6.5 ലക്ഷം IT ടവർ 1ാം ഘട്ടത്തിൽ. പിന്നെ ഈ കഴിഞ്ഞ 8 വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നോ? അവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നോ? ഓരോ മൈൽ സ്റ്റോണിന്റെ ഓരോ ഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചിരുന്നത്. ഓരോ മൈൽ സ്റ്റോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? മുഖ്യമന്ത്രി അന്വേഷിച്ചു, വ്യവസായ മന്ത്രി അന്വേഷിച്ചു, ആരും അന്വേഷിച്ചില്ല. അവസാനം 8 വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? ദുരൂഹതകളുണ്ട്. ഇതിൽ ദുരൂഹതയുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട് അവിടെ. 248 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടമാണ്.
പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനില്ലേ? ഒന്നാം ഘട്ട ഉദ്ഘാടനം ചെയ്തതല്ലേ 2016. ഈ 8 വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? എവിടെയെങ്കിലും ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. വലിയ ഈ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അത് ബഹിഷ്കരിച്ച ആളുകളാണ് ഇവർ. 2016 ഫെബ്രുവരി 20 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ പരിപാടി ബഹിഷ്കരിച്ച ആളുകളാണ്. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. ഇതിന്റെ പുറകിൽ ഗൂഢമായ നീക്കങ്ങളുണ്ട്, അഴിമതിയുണ്ട്. മനസ്സിലായല്ലോ? ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കാം. അതുപോലെ ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുകയാണ്. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമനം മുഴുവൻ CPM സംഘടനയായ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ അവരുടെ സംഘടനയും NGO യൂണിയനിലും പെട്ട ആളുകളെ മാത്രം തെരഞ്ഞുപിടിച്ചു വച്ചിരിക്കുക. രാഷ്ട്രീയ അതിപ്രസരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടക്കാൻ തെരഞ്ഞുപിടിച്ച് CPM അനുകൂല സംഘടനകളിലെ ആളുകളെ മാത്രമാണ് സംസ്ഥാനത്ത് ഉടനീളം വച്ചിരിക്കുന്നത്. ഇത് ഡീലിമിറ്റേഷൻ നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ ഗൌരവമായി സംശയിക്കുന്നു. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ നിയമപരമായ മാർഗങ്ങൾ ഞങ്ങൾ തേടും.